എൻ ശ്രീകുമാർ, ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ എം നൗഷാദ് പറഞ്ഞ ആ കാര്യങ്ങൾ അദ്ദേഹം ചില കാര്യങ്ങൾ ഓർത്തു എന്നുള്ളത് ശരിയാണ്. രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ഓർത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇന്ന് വളരെ മാന്യമായി UDF ഉൾപ്പെടെ ഈ വിഴിഞ്ഞം ട്രയൽ റണ്ണിനെ അതിൻ്റെ ഉദ്ഘാടനത്തെ സമീപിച്ചു എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അത് ബഹിഷ്കരിച്ചിട്ടില്ല. അതിൽ കോവളം MLA പങ്കെടുത്തു. പിന്നെ ചെറിയ ചെറിയ പരാതികളൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് UDFൻ്റെ പ്രസക്തി എന്ന് ആളുകൾ കരുതില്ലേ എന്നൊക്കെയുള്ള ചിന്തയുണ്ടാകാം. അതിനപ്പുറം നിങ്ങളും ശരിക്കും എം നൗഷാദിനെ അംഗീകരിക്കുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കൈയടിക്കുകയും ചെയ്യുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്? വിജയ വഴിയിലാണ് ഇപ്പോൾ വിഴിഞ്ഞം എന്നുള്ളത് UDFും അംഗീകരിക്കുകയല്ലേ? നോക്കൂ ഡോക്ടർ ലാൽ, നിങ്ങളും എന്ന് പറയുമ്പോൾ ഞാൻ UDFൻ്റെ പ്രതിനിധിയല്ല, UDFിനോട് ചായ്വുള്ള ഒരു പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം UDFൻ്റെ അഭിപ്രായമാകണമെന്നില്ല. ഇവിടെ ശ്രീ നൗഷാദ് പറഞ്ഞതിനോട് ഞാൻ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ യോജിക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് ഇതുപോലെ നല്ലൊരു തുറമുഖം വിഴിഞ്ഞം പദ്ധതി അത് നടപ്പാക്കാനായിട്ട് ശ്രീ പിണറായി വിജയനൊക്കെ സഹായിക്കാനും അതുപോലെ അതിന് വേണ്ടത്ര പ്രോത്സാഹനം നൽകാനുമൊക്കെ തോന്നിയതൊക്കെ വളരെ നല്ല കാര്യമാണ്. അക്കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ അവസാന കാലത്തും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലൊക്കെ കൈക്കൊണ്ട നടപടികൾ നമ്മളിവിടെ അംഗീകരിക്കുകയാണ്. അതിലൊന്നും തെറ്റൊന്നുമില്ല. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങളും നമ്മൾ വൈകിയേ അംഗീകരിക്കാറുള്ളൂ എന്ന് മാത്രം. അത് കുഴപ്പമൊന്നുമില്ല. കാരണം അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ്. അതുപോലെ നമ്മുടെ സ്പീക്കർ പറഞ്ഞ പോലെ ഇതെല്ലാവരുടെയും ക്രെഡിറ്റാണ് എന്ന് സ്പീക്കർ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പദ്ധതിയുടെ ഇന്നത്തെ ആ ഒരു മദർഷിപ്പ് വന്നപ്പോൾ അതിന് കിട്ടാവുന്ന വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതിന് പകരം കിട്ടിയത് എന്താണെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ പങ്ക് വലുതാണ് എന്നുള്ള രീതിയിലുള്ള വലിയ വർത്തമാനങ്ങളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന കാര്യമാണ്. ശ്രീ പിണറായി വിജയൻ അവിടെ നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ ഈ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വൈകി വന്ന വിവേകം എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ ശരിയാണെന്ന് ഇന്നത്തെ സന്ദർഭത്തിൽ എനിക്ക് പറയേണ്ടി വരുന്നു. 2015 ശ്രീ നൗഷാദ്, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, കാരണം ചോദ്യം ചോദിച്ചുത്തരം കളഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല. 2015 CPMൻ്റെ മുഖപത്രത്തിലെ ഹെഡിങ് കടൽ കൊള്ള എന്നായിരുന്നു 2015. അതിനുശേഷം മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു ശ്രീ പിണറായി വിജയൻ 5550 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ. അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ചർച്ച ചെയ്തതാണ്. അന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആരെതിർത്താലും എത്ര ആരോപണം കേട്ടാലും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയിരിക്കും. ഇപ്പോഴും ക്ലിപ്പിലുണ്ട്. ഇന്നും കുറേ ചാനലുകൾ അത് കാണിച്ചു. അപ്പോൾ അത് വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കില്ല, പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആരും നിഷേധിക്കില്ല. ഇന്ന് വൈകി സ്പീക്കർ ശ്രീ AN ഷംസീർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണമെന്നാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം. സ്പീക്കർ AM ഷംസീർ ആത്മസമർപ്പണം, നിശ്ചയദാർഢ്യത്തോടെയുള്ള ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒന്ന് കേൾക്കൂ. ശ്രീ AN ഷംസീർ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ റോൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അർഹിച്ച ഒരു അംഗീകാരം കൊടുക്കേണ്ടത് തന്നെയാണ്. അതിന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ ഉമ്മൻചാണ്ടിയും അന്ന് അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ഒക്കെ അതിനോടെടുത്ത സമീപനം അദ്ദേഹവും പ്രസംഗത്തിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പലരും അത് പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയും വേണം. പക്ഷേ ഇതാരാണ് കുറച്ചു കാണിക്കുന്നു ഉമ്മൻചാണ്ടിയെ? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇതിന് ഏറ്റവും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഇതിൻ്റെ പേര് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് ഇടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വലിയ പബ്ലിസിറ്റിയിലേക്ക് പോയി ഇതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നോ എന്ന് നോക്കുന്നുണ്ടോ ആരെങ്കിലും? അതാരാണ്? ഓപ്പോസിഷൻ ലീഡറെ, പ്രതിപക്ഷ നേതാവിനെ ഇതിലേക്ക് ക്ഷണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ അഭിമുഖം ഞാൻ കാണുന്നുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പോലും കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ ആരാണ് ഇതിനെ അല്ലാതെ വളച്ചൊടിച്ച് കാര്യങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്? മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം വിഴിഞ്ഞമല്ലേ? ആ വിഴിഞ്ഞത്തിൻ്റെ വിജയം ആരുടെ കാലത്ത് നടന്നു എന്നുള്ളത്
നൗഷാദ് ചൂണ്ടിക്കാട്ടിയ ആ വഴികളിലൂടെ എത്തിയ ഇന്നത്തെ വിഴിഞ്ഞം, അതിനെ UDF അംഗീകരിക്കുന്നില്ലേ? അത് പറയാൻ എന്താണ്, തുറന്നു പറയാൻ എന്താണ് മടി? അല്ല, ഈ സാധാരണ പറയാറുണ്ട് കെട്ടിടം പണിതവനല്ല പെയിൻ്റ് അടിച്ചവനെ ആണ് ക്രെഡിറ്റ് കൊടുക്കുന്നതെന്ന്. കെട്ടിടം പണിതവന് ക്രെഡിറ്റ് ഇല്ല, പെയിൻ്റ് അടിച്ചവനാ ക്രെഡിറ്റ്. അത് എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ ആ വാചകത്തെ ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കുറിച്ച്. ഞാൻ പറയട്ടെ, അല്ല ഞാൻ എൻ്റെ ലാലേ മണ്ടത്തരം പറയല്ലേ കൈരളി ചാനലിരുന്നിട്ട്. ലാലിനെ പോലെ ഒരു നല്ലൊരു അവതാരകൻ ചരിത്രത്തെ വളച്ചൊടിക്കല്ലേ. പിണറായി വിജയൻ പറഞ്ഞോട്ടെ, കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. കടൽക്കൊള്ള എന്ന് CPM-ന്റെ തീരുമാനമാണ്. പിണറായി വിജയന്റെ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവരതിനെതിരെയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അഴിമതി നടക്കരുത്, ചൂഷണം നടക്കരുത്, കടൽക്കൊള്ള ഉണ്ടാകരുത്, അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നടന്നില്ലേ? ഒരു പരിധിവരെ അത് വിജയിച്ചില്ലേ അവർ? ഞാനൊന്ന് പറയട്ടെ ശ്രീലാൽ, അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് നടത്തിയ ശ്രമം എന്നാണ് സ്പീക്കർ AN ഷംസീർ പറഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് നടത്തിയ ശ്രമം എന്നാണ് ഇന്നത്തെ സ്പീക്കർ AN ഷംസീറിൻ്റെ പ്രസ്താവന. ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം ഓർക്കാതെ വയ്യ, ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല അദ്ദേഹത്തെ ഓർക്കാതെ എന്ന് ഷംസീർ പറഞ്ഞത്. ഞാനിവിടെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ പേര് പറയാത്ത ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ ഷംസീറിനടക്കം സംശയം തോന്നി സ്പീക്കർ എന്ന നിലയ്ക്ക് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് നിയമസഭയോട് കാണിക്കുന്ന അനാദരവാണെന്ന് ഇപ്പോഴത്തെ സ്പീക്കർക്ക് മുൻ മുഖ്യമന്ത്രിയെ കുറിച്ച് അനുസ്മരിപ്പിക്കുമ്പോൾ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇവിടെ വേറൊരു കാര്യം, രണ്ട് കാര്യം മനസ്സിലാക്കൂ. പറയട്ടെ, ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ അംഗീകാരം അംഗീകരിച്ചു തന്നെ പോകണം. പക്ഷെ അതേസമയം ഈ വിഴിഞ്ഞത്ത് ഇന്ന് നടന്ന ഉദ്ഘാടനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് കഴിഞ്ഞ 8 വർഷത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ ഓരോ മൈൽ സ്റ്റോണിലും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഉമ്മൻചാണ്ടി അവിടെ എവിടെയാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കിട്ടിയ അവസരം പോലും, ഭരണത്തിലിരുന്നപ്പോൾ എന്ത് നടന്നു എന്നുള്ളത് പോലും ചിലപ്പോൾ വിശദീകരിക്കാനുണ്ടാകുമോ? അദ്ദേഹം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ. ഞാനും ഒന്ന് വിലയിരുത്തി, ഞാനിത് നോക്കി കാര്യങ്ങളൊക്കെ. അങ്ങേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു പറയാം. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രസംഗിച്ചു, നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനപ്പുറം എന്തുണ്ടായി? പ്രസംഗിക്കുകയും പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഇവിടെ എൻ്റെ അടുത്ത് ലാലേ, എൻ്റെ അപ്പുറത്ത് നൗഷാദ് MLA ആണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു നേവൽ ഉദ്യോഗസ്ഥയായി, ഇപ്പോൾ ഉദ്യോഗസ്ഥയായിരിക്കാൻ സാധ്യതയില്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ, നേവൽ ഉദ്യോഗസ്ഥയായിട്ട് ബന്ധപ്പെട്ട നേവൽ ഉദ്യോഗസ്ഥയാണ് അവിടെ ഇരിക്കുന്നത്. 2014-2014 കരാർ ഒപ്പിട്ടത്. 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. 2015 തറക്കല്ലിട്ടത്. ലാലെ 2015 വിഴിഞ്ഞത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. പിന്നെ 2016 തെരഞ്ഞെടുപ്പ് വന്നു. 8 വർഷമായിട്ട് 5,595 കോടി രൂപ വേണ്ടെടുത്ത് ഈ നൗഷാദിന്റെ ഗവൺമെന്റ് കൊടുത്തത് 884 കോടി രൂപയാണ്. പ്രതിപക്ഷം തടസ്സം നിന്നോ? അവർ സഹായിച്ചില്ലേ? അവർ പിന്തുണ പ്രഖ്യാപിച്ചില്ലേ അന്നത്തെ പ്രതിപക്ഷം? ഗംഭീര സഹായം. എൻ്റെ ലാലെ ചരിത്രത്തെ ഇത് നമ്മളധികം കാലമൊന്നും ആയിട്ടില്ല ലാലെ. 2015 ഏപ്രിലത്തെ CPM-ന്റെ മുഖപത്രം എന്തെടുത്ത് വായിക്കുക, 1-ാം പേജ്. ഞാൻ വേണ്ടി എടുത്ത് കാണിച്ചു തരാം. 2015 CPM മുഖപത്രം, കടൽക്കൊള്ള 2 കാർട്ടൂണാണ്, ഒന്ന് അദാനിയുടെ ഒന്ന് ഉമ്മൻചാണ്ടിയുടെയും. ഇനി ഞാൻ ഒരു ചെറിയ കാര്യം പറയാം, നമ്മൾ തർക്കിക്കേണ്ട. 1991 അതിനു മുമ്പ് മഹാരാജാവ് വിട്ടെന്നൊക്കെ പറയുന്നൊരു പത്രത്തിൽ കണ്ടു, അതവിടെ നിൽക്കട്ടെ. 1991 K കരുണാകരനാണ് ഇതിൻ്റെ ആലോചന തുടങ്ങിയത്. അതിനുശേഷം 96 EK നായനാർ ഇതൊരു BOT വ്യവസ്ഥയിൽ തീരുമാനിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. VS അച്യുതാനന്ദൻ അതിന് മുൻകൈ എടുത്ത് ചില തീരുമാനങ്ങൾ എടുത്തു, നല്ല കാര്യമായിട്ട് തീരുമാനങ്ങൾ എടുത്തു. അതിനുശേഷം 2001 AK ആന്റണി വന്നപ്പോൾ ഇത് ആഗോള കരാർ ടെൻഡർ വിളിച്ചു AK ആന്റണി. 2011 ഉമ്മൻചാണ്ടി വന്നിട്ടാണ് ഇതിനു വേണ്ടി ശ്രമിച്ചത്. 5,550 കോടി രൂപയുടെ പദ്ധതിക്ക് 6,000 കോടി. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാതെ, പഠനം പൂർത്തിയാക്കാതെയാണെന്നുള്ള വിമർശനമുണ്ട്. ആ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി അന്ന് കിട്ടിയേനെ. എന്തുകൊണ്ട് കേന്ദ്രം അനുമതി കൊടുത്തില്ല? AK ആന്റണി തന്നെ മന്ത്രിയായിരുന്നപ്പോൾ
പിന്നീട് കൊടുത്ത അപേക്ഷ എന്തുകൊണ്ട് AK ആന്റണിയുടെ പ്രതിരോധ വകുപ്പ് തന്നെ അംഗീകരിച്ചില്ല, കേന്ദ്രം അംഗീകരിച്ചില്ല? അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ടു എന്ന് താങ്കൾ പറയുന്ന കരാറിലെ വ്യവസ്ഥകൾ? അതനുസരിച്ച് നേരത്തെ നൗഷാദ് MLA ചൂണ്ടിക്കാട്ടിയതുപോലെ 67% കേരളം മുടക്കണം, വെറും 33% മാത്രം മതി അദാനിക്ക്. അതല്ലേ സത്യം? ലാലേ ഈ ചാനൽ കേട്ടിരിക്കുന്നവരെ മണ്ടന്മാരാക്കല്ലേ. 2015 നവംബറിൽ ഉമ്മൻചാണ്ടിയെ കല്ലിട്ടത്, കരാറല്ല കല്ലിട്ടു. അതാ ഞാൻ പറഞ്ഞത്, കെട്ടിടം പണിതവരെ പുറത്താക്കിയിട്ട് പെയിന്റ് അടിച്ചവൻ അവാർഡ് വാങ്ങിക്കുന്നത്. കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത് 2015 നവംബറിൽ. അവർ പറഞ്ഞിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? നടക്കില്ലായിരുന്നല്ലോ. അല്ല, ഈ കരാറിന്റെ കള്ളക്കരാറാണെന്ന് ഉമ്മൻചാണ്ടി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ CPM ആണ്. തർക്കമൊന്നും വേണ്ട. ഇവിടെ ശ്രീ നൗഷാദ് ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം. അതായത് ഈ നമ്മുടെ നിങ്ങൾ ഈ 8 വർഷം കൊണ്ട് നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് പറയുന്നതിൽ 800 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. 5000-ലധികം കോടി രൂപ വേണ്ട സ്ഥലത്ത്. എന്നാ അവർ നിൽക്കട്ടെ. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പം പിണറായി വിജയൻ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ തമാശ എന്താ അറിയോ? ഇതിനെ എതിർക്കാൻ ചിലർ രംഗത്ത് വന്നു. ആരാ രംഗത്ത് വന്നത്? പ്രതിപക്ഷ ഇന്നത്തെ ദിവസത്തെ ആഘോഷത്തിൽ നിന്ന് വിവാദത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് അവർക്കുണ്ടാകില്ലല്ലോ. പക്ഷേ അത് നിങ്ങൾ പറയണ്ടേ അവർക്ക്? ഞാൻ ചോദിക്കാം,